ഇപ്പോഴല്ല, ഞാൻ മുമ്പേ എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഫുഡിലൊരു മെയിനാണ്. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഓരോ ഫുഡ് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കൊള്ളാമെന്നുള്ള പോയി കഴിക്കുമായിരുന്നു. അതേ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഓരോ സ്ഥലങ്ങളിൽ ദൂരോട്ട് പോയിട്ടുണ്ട്. അപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നുണ്ട്. ദോശ, ഇഡ്ഡലി, പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, പിന്നെ മുട്ടക്കറി, കടലക്കറി, സാമ്പാർ, പിന്നെ വീക്ക്ലി വൺസ് ചിക്കനോ ബീഫോ ഏതെങ്കിലും ഒന്ന് വീക്ക്ലി വൺസ് കാണും. ചായ കാണും, പപ്പടം കാണും. ഇത്രയും ഐറ്റം അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം, എത്ര വേണോ കഴിക്കാം. ഇവിടെ മീനിൻ്റെതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇപ്പം തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ മീനുകളെല്ലാം ലൈവായിട്ട് ഇവിടെ കൊടുത്തു തുടങ്ങും. ഇപ്പം മെയിൻ നമ്മൾ കൊടുക്കുന്ന ബിരിയാണിയാണ്. 2022 ഓണം ബമ്പർ ലോട്ടറി അടിച്ച ശ്രീവരാഹം സ്വദേശി അനൂപ് ചേട്ടൻ്റെ ഹാപ്പി എന്ന ഹോട്ടലിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അനൂപ് ചേട്ടൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായത് ഇപ്പോൾ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഇത് രണ്ടാമത്തെയാണ്. ഫസ്റ്റത്തെ വലിയ ശാല ഒരെണ്ണം തുടങ്ങി, അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം 3 ദിവസമായി അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട്, ലൈഫൊക്കെ സെറ്റായോ? ലൈഫൊക്കെ സൂപ്പറായിരുന്നു. അതായത് ലോട്ടറി അടിച്ച ടൈമിന് ഒരു 6 മാസം വരെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. 1 വർഷമായി അത് മാറി വരെ. ഇപ്പോൾ 2 വർഷം വരെ ഞാൻ ഇത് തുടങ്ങണേൻ്റെ ബാക്കിൽ നിന്നായിരുന്നു. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു സിനിമ എടുക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. ഞാൻ ആരുടെ പറഞ്ഞില്ലായിരുന്നു. ഇപ്പം എന്താ എല്ലായിടത്തും പറയുകയാണെങ്കിൽ ഞാൻ ഒരു അടിപൊളി ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് മെയിനായിട്ട് എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ ഇവിടെ കൊടുക്കുന്ന ബൊഫയാണ്. അതായത് 7:30 to 9:30 വരെ അൺലിമിറ്റഡ് ബൊഫയാണ്. അതിൽ എല്ലാ ഐറ്റവും വരുന്നുണ്ട്. ദോശ, ഇഡ്ഡലി, പൊറോട്ട, പുട്ട്, ചപ്പാത്തി എല്ലാം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി ഐറ്റമുണ്ട്. ബീഫ്, ചിക്കൻ മാറി മാറി വരും. പിന്നെ മുട്ടക്കറി, കടലക്കറി, അങ്ങനെ എല്ലാ ഐറ്റവും വെറും 110 രൂപയേ ഉള്ളൂ. അതായത് പാക്കറ്റ് കാലിയാവാതെ വയറ് നിറയ്ക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു. പിന്നെ ബാക്കിയുള്ള ഉച്ചയ്ക്കുള്ള ഊണുണ്ടായത് മീനെല്ലാം ലൈവാണ്. അടിപൊളിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടൽ മത്സ്യങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ മീനിൻ്റെതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇപ്പം തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ മീനുകളെല്ലാം ലൈവായിട്ട് ഇവിടെ കൊടുത്തു തുടങ്ങും. ഇപ്പം മെയിൻ നമ്മൾ കൊടുക്കുന്ന ബിരിയാണിയാണ്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി, പോത്ത് ബിരിയാണി, ബീഫ് ബിരിയാണി, അങ്ങനെ അതെല്ലാം അടിപൊളി ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത്. അതായത് ഒരാൾ കഴിച്ചിട്ട് അവർക്ക് മിച്ചം വന്നത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ബിരിയാണി കൊടുക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ കഴിച്ചിട്ട് അതിനെ മോശമായിട്ട് പറഞ്ഞിട്ട് വച്ചിട്ട് പോവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ പൈസ കൂടെ വാങ്ങിക്കില്ല. അങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ മോശമായിട്ട് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കൊടുക്കുന്നത് നല്ല രീതിയിൽ കൊടുക്കണം. അത് നിർബന്ധമാണ് ഇവിടെ. ഈ ലോട്ടറി അടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഹോട്ടൽ മേഖല തിരഞ്ഞെടുത്തത്? അതിപ്പോഴല്ല, ഞാൻ മുമ്പേ എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഫുഡിലൊരു മെയിനാണ്. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഓരോ ഫുഡ് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കൊള്ളാമെന്നുള്ള പോയി കഴിക്കുമായിരുന്നു. അതേ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഓരോ സ്ഥലങ്ങളിൽ ദൂരോട്ട് പോയിട്ടുണ്ട്. അപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അത് പഠിച്ച്, ഞാൻ അതിനുശേഷം അത്രത്തോളം പഠിച്ചിട്ടില്ല, ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഒരു ചെറിയ കടയിട്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള ബഡ്ജറ്റും കാര്യങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ അത് പൂട്ടേണ്ടി വന്ന് ലോട്ടറി അടിച്ചതിന് ശേഷം ഇപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ചുള്ള തുടങ്ങിയിട്ടുണ്ട്. ലോട്ടറി അടിച്ചപ്പോൾ ഒരു ലോട്ടറി കട തുടങ്ങിയായിരുന്നു അല്ലേ? അതെ, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടി തുടങ്ങിയല്ല, എൻ്റെ മാമന് വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ പുള്ളി ചെറിയ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫാമിലീസൊക്കെ ഫാമിലിയിലെ ഹാപ്പിയാണ്. വൈഫാണ് ഇതാ കേസിലിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും വലുതായിട്ടില്ല. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് പൈസയുടെ ഇതിൽ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം കൊണ്ടും ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ചേട്ടാ, അപ്പോൾ പുതിയ അനൂപേട്ടൻ്റെ പുതിയ ഹോട്ടലാണ് ഹാപ്പി. എങ്ങനെയുണ്ട്, ഫുഡ് അടിച്ചിട്ട് ഹാപ്പിയാണോ? ഇനാഗ്രേഷന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ മീഡിയാണ്. ഇനാഗ്രേഷന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വൈഫായിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാം, ഫുഡൊക്കെ കൊള്ളാം. ബിരിയാണി ഇന്നും ബിരിയാണിയാണ് കഴിക്കുന്നത്. കൊള്ളാം, ചിക്കൻ ബിരിയാണി കൊള്ളാം. മോനെ എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട് ബിരിയാണി? ഇഷ്ടപ്പെട്ടോ? ബിരിയാണി ഇഷ്ടപ്പെട്ടോ മോനെ? ഇങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടോ? അനൂപ് ചേട്ടൻ്റെ വൈഫാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. എന്തായിരുന്നു ചേച്ചി പേര്? മായ. ഞങ്ങൾ ശ്രീവരാഹത്തിൻ്റെ താമസം. ഇപ്പോൾ ഒരു ഹോട്ടൽ ഇട്ടിട്ടുണ്ട്, ഹാപ്പി റെസ്റ്റോറൻറ്റ്, കൈതമുക്കിലാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ദിവസമായി. കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം ഉണ്ട്. എല്ലാവരും വരണം. കുറഞ്ഞ വിലയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അതാണ് നമ്മുടെ ടാഗ് ലൈൻ. നമുക്ക് മെയിനായിട്ട് പറഞ്ഞ ബൊഫേ ഉണ്ട്. രാവിലെ 7:30 to 9:30 എല്ലാ ഐറ്റവും കാണും. ദോശ, ഇഡ്ഡലി, പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, പിന്നെ മുട്ടക്കറി, കടലക്കറി, സാമ്പാർ, പിന്നെ വീക്ക്ലി വൺസ് ചിക്കനോ ബീഫോ ഏതെങ്കിലും ഒന്ന് വീക്ക്ലി വൺസ് കാണും. ചായ കാണും, പപ്പടം കാണും. ഇത്രയും ഐറ്റം അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം, എത്ര വേണോ കഴിക്കാം. കുറച്ച് 110 രൂപയേ ഉള്ളൂ. കുറഞ്ഞ പൈസയ്ക്ക് വയറ് നിറച്ച് പോവാം.